ഹായ് ഓൾ, വെൽക്കം ടു ജോബ് മൂവി വേൾഡ്. ആലപ്പുഴ ജിങ്കാന മൂവി കണ്ടു. എ വൈബ് മൂവി. ഈ വൈബ് പടം എന്ന് പറയില്ലേ, അതാണ് ആലപ്പുഴ ജിങ്കാന. ഖാലിദ് റഹ്മാൻ ആളുടെ ഓരോ പടം ഓരോ തരത്തിലാണ്. ആ ഫിലിം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമോഗ്രാഫിയുള്ള ഡയറക്ടർ ചിലപ്പോൾ അധികം കാണില്ല. ഈ പടത്തിൽ മൂപ്പരുടെ ഒരു സ്റ്റൈൽ മേക്കിംഗ് ഇതിലും കാണാൻ സാധിക്കും. അതായത് ചെറിയൊരു സബ്ജക്റ്റിനെ വളരെ എന്റർടൈനിങ് ആയിട്ട് എടുക്കുക. അതിൽ ഇപ്രാവശ്യം ഖാലിദ് റഹ്മാൻ വിജയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ജോണർ എന്ന് പറയുന്നത് കോമഡി സ്പോർട്സ് മൂവിയാണ്. അതിനോട് 100% നീതി പുലർത്തിയ സിനിമ തന്നെയാണ് ആലപ്പുഴ ജിങ്കാന. നസ്ലിന്റെ അടുത്ത ഒരു വളരെ എനർജറ്റിക് വളരെ ചാർമിംഗ് ആയിട്ടുള്ള പെർഫോമൻസ്. മൂപ്പരുടെ ബാങ്കബിൾ സ്റ്റാർ എന്ന രീതിയിലേക്ക് നസ്ലിൻ ഇങ്ങനെ ഈ പടത്തിൽ കൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി. ഒരു വൈബ് പടം, കോമഡി സ്പോർട്സ് മൂവി, ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമഡി സ്പോർട്സ് മൂവി. വളരെ ഫണ്ണായിട്ട് കുറെ നല്ല ഇങ്ങനെ നൈസ് മൊമെന്റ്സുകളുള്ള എൻജോയബിൾ ആയിട്ടുള്ള ഒരു പടം. ഇതില് ഈ ആലപ്പുഴ ജിങ്കാന എന്ന ഒരു ബോക്സിംഗ് അക്കാദമിയിലേക്കുള്ള ഗ്യാങ് ഉണ്ട്. ഗണപതി ഉണ്ട്, ലുക്മാൻ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ആരായാലും ശരി അവർ ആ ബോക്സിങ്ങും അവരുടെ ആ ക്യാരക്ടറുമായിട്ട് എന്താ പറയുക ചേർന്ന് നിൽക്കുന്ന വളരെ രസകരമായിട്ടുള്ള കുറെ ഒരു പടം. ഇതിന് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള വിഷ്ണു വിജയ്, അതും വളരെ എന്താ പറയാ ക്യൂട്ട്, ചാമിങ്, സൂത്തിങ് മ്യൂസിക് ആയിട്ടും അതും വളരെ മികച്ച രീതിയിൽ അതും വന്നിട്ടുണ്ട്. ഇതില് ഗംഭീരം, അതിഗംഭീരം, മാരകം എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഒരു തരത്തിലും ബോറടിക്കാത്ത വളരെയധികം റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കളർഫുൾ കോമഡി സ്പോർട്സ് വൈബ് മൂവിയാണ് ആലപ്പുഴ ജിങ്കാന. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൽ സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് പറയുകയാണെങ്കിൽ ഇതില് അനഘ രവി ആണെങ്കിലും ശരി, മറ്റേ ലുക്മാൻ ആയാലും ശരി, ഇവരൊക്കെ നല്ല അവർക്ക് കൊടുത്ത റോൾ അവര് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് മൊത്തത്തിൽ കഥ പോണത് നസ്ലിന്റെ പേരിലാണെങ്കിലും ഈ ജിങ്കാന എന്ന ആ ഗാങ്ങിലുള്ള എല്ലാവരുടെയാണ് ഈ പടം. അവർക്ക് ഇതില് അവരാണ് ഇതിന്റെ എന്താ പറയാ മെയിൻ ഹൈലൈറ്റ്. ആ ഒരു ടീം, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തിയേറ്ററിൽ നല്ല മൂഡില് ഈ ഒരു വിഷു കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ റേറ്റിംഗ് 8.8. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.